ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. വേഗം വരാൻ പറയ്. ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കോ. ഏത് പോലീസ് വന്നാലും എന്നെ ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? ഹാൻഡ്സ് അപ്പ്. ലഡ്ഡു സിംഗ് എന്ന വീരൻ നിങ്ങളാണോ? പരാക്രമണശാലി, ഭയങ്കര ബുദ്ധിശാലി ലഡ്ഡു സിംഗ് സാർ. നിങ്ങളെ കുറിച്ചുള്ള പല പല വീരകഥകളും എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലഡ്ഡു സിംഗ് സാർ, നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിക്കൂ. അതായത് പ്രസിഡന്റ് ധീരതയ്ക്കുള്ള അവാർഡ് താങ്കൾക്ക് തരുന്നതായിട്ട് ആലോചിക്കാം. എങ്ങനെയുണ്ട് ലഡ്ഡു സിംഗ് സാറേ? ബൈ ബൈ. സാറേ, സാറിന് അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ആ കള്ളൻ സാറിനെ മണ്ടനാക്കി ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. എന്ത്? അവൻ രക്ഷപ്പെട്ടുന്നോ? ശിവ! റോഡിലൂടെ നോക്കി കണ്ട് സൈക്കിൾ ഓടിച്ചൂടെ? മോഷ്ടിച്ച സാധനം മര്യാദയ്ക്ക് തന്നേക്ക് അങ്കിൾ. ഈ ചാലാ സിംഗിന്റെ മുന്നിൽ വന്നിട്ട് ഡയലോഗ് വിടല്ലേ കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ലഡു സിംഗ് സർ, ഇതാ നിങ്ങളുടെ മോഷ്ടാവ്. വേഗം കൊണ്ടുപോയി ജയിലിലിട്ടേക്കൂ. എടാ കൊച്ചു കള്ള, നിന്റെ മനസ്സിൽ നീ വലിയ കായംകുളം കൊച്ചുണ്ണിയാണെന്ന് കരുതിയോ? എന്നെ മണ്ടനാക്കി രക്ഷപ്പെട്ട് കളയാന്ന് കരുതിയില്ലേ? ഇപ്പൊ പറ ശിവ നിന്നെ എങ്ങനെ അടിച്ച് ചമ്മന്തി ആക്കിന്ന്. നിന്നെ ശിവ പിടിച്ചു നിർത്തി നിനക്ക് എത്ര ഇടി തന്നൂന്ന് പറ. എടാ കായംകുളം കൊച്ചുണ്ണി, എന്താണ് മിണ്ടാതെ നിക്കുന്നേ? പറ, കേക്കാൻ എനിക്ക് നല്ല സുഖം ഉണ്ടാവും. പറ സാറേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ നാണക്കേടാ. ഒന്ന് അകത്തേക്ക് വരാമോ സാർ? സമാധാനമായി പറയാന്ന് വെച്ചിട്ടാ. അതും ശരിയാണ്, ഞാൻ തന്നെ വരാം. ഇത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ച് നീ തല്ലുകൊണ്ടത് നിനക്ക് വലിയ നാണക്കേടായിരിക്കും. എന്നോട് പറഞ്ഞോ? വേണ്ട വേണ്ട വേണ്ട, എന്നെ തല്ലല്ലേ, വേണ്ട എന്നെ തല്ലല്ലേ, വേണ്ട സാറേ. എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓടിച്ചവിടെ പിടിക്കേ. കടല വറുത്തത് വിൽക്കാറുണ്ട്. ഈ ലഡ്ഡു സിംഗിനെ കൊണ്ട് ഞാൻ ആകെ തോറ്റിരിക്കുക. ഇനി ഞാൻ എങ്ങനെയെങ്കിലും ഈ നഗരം വിട്ടു പോയേ പറ്റൂ. കടല വറുത്തത്, കടല വറുത്തത് വിൽക്കാറുണ്ട്. കടല വറുത്തത്, കടല വറുത്തത് വിൽക്കാറുണ്ട്. കടല വറുത്തത് വിൽക്കാറുണ്ട്. കടല വറുത്തത്. ഈ ലഡ്ഡു സിംഗ് ആള് ഭയങ്കര സാധനമാണല്ലോ. വേഷപ്രച്ഛനായിട്ട് എന്റെ പുറകെ കൂടിയിരിക്കുക. എന്റെ സാറേ, കടല വറുത്തത് എടുക്കട്ടെ ഒന്ന്. വളരെ സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത്. വേണ്ട, എനിക്കിപ്പോ ആവശ്യമില്ല. ശിവ, ഇന്ന് ഞാൻ എല്ലാവർക്കും കടല വറുത്തത് വാങ്ങിച്ചു തരാട്ടോ. ചേട്ടാ,
ഞങ്ങൾക്ക് എല്ലാവർക്കും നിലക്കടല വറുത്തത് തരുമോ? ആഹാ, തരാല്ലോ. രവ, നിലക്കടല തന്ന ആള് കാണാൻ ലഡു സിംഗിനെ പോലെ തന്നെയല്ലേ? ആ ശരിയാ, പക്ഷെ ഇത് ലഡു സിംഗ് അങ്കിൾ അല്ല. 4 പേർക്ക് കടല വറുത്തത് 40 രൂപയായി. ആ തരാൻ ചേട്ടാ. ശിവ, ഒരു 40 രൂപ കൊടുത്തേ. അല്ല, നീയല്ലേ ഞങ്ങൾക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞത്? ആ വാങ്ങിത്തരാന്ന് പറഞ്ഞു, പക്ഷെ പണം കൊടുക്കേണ്ടത് ശിവ തന്നെയല്ലേ? ആ കുട്ടികൾ പോലും ലഡു സിംഗിനെ മനസ്സിലാക്കിയില്ലല്ലോ. അല്ലല്ല, അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കും കാര്യം? എന്തായിരിക്കും ഇവരുടെ പ്ലാൻ എന്ന് അറിയില്ലല്ലോ. മക്കളെ, ഒരു പ്രാവശ്യം നിങ്ങളുടെ എന്റെ കടല വറുത്തത് വാങ്ങി കഴിച്ചാൽ വീണ്ടും വീണ്ടും എന്നെ വിളിക്കും. ശിവ, ശിവ അവിടെ നിന്നേ ഒരു കാര്യം പറയാനുണ്ട്. ആ കള്ളൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിപ്പോ ശരിക്കും ബൈക്കിൽ വന്നത് ലഡു സിംഗ് തന്നെയാണല്ലോ. കടല വെക്കുന്നവൻ എനിക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. നോക്കിക്കേ, ഞാൻ പറയുന്നൊരു ജോലി താൻ ചെയ്താല് ഞാൻ തനിക്ക് 50,000 രൂപ തരുന്നതായിരിക്കും. 50,000 രൂപയാ? എന്താടോ എണിക്ക്. എന്റെ സാറ്, ഞാൻ മുഴുവൻ ദിവസം 100 രൂപ ഉണ്ടാക്കാറുള്ളൂ. നിങ്ങൾ ഇത്രയും വലിയൊരു തുക പറഞ്ഞാൽ ഈ പാവം തലകറങ്ങി വീഴുകല്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? അതിരിക്കട്ടെ, ഇന്നു മുതൽ ജീവിതകാലം മുഴുവനും തനിക്ക് ഞാൻ ദിവസവും 200 രൂപ വെച്ച് തരാം. സമ്മതാണോ? സമ്മതമാണോന്നാ? സമ്മതമാണ്, ഡബിൾ സമ്മതം. നിങ്ങളൊന്ന് പെട്ടെന്ന് പറയ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരി, ജോലി ഞാൻ പറയാം. ലഡു സിംഗ് എന്ന പേരുള്ള ഒരു ഇൻസ്പെക്ടർ ഉണ്ട്. നീ അയാളെ പോലെ തന്നെ ഇരിക്കും. നീ ഞാൻ പറയുന്നത് പോലെ ലഡു സിംഗ് ആയിട്ട് അഭിനയിക്കണം. വരൂ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. Hands up! ഇനി നിനക്ക് ഒരിക്കലും എന്റെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മര്യാദയ്ക്ക് സറണ്ടർ ആവുന്ന നല്ലത്. ശരിയാ ലഡു സിംഗ് സാറേ, ഞാൻ സറണ്ടർ ആവാൻ വേണ്ടിയാ വന്നത്. ജയിലിൽ വെച്ച് താങ്കളോട് അങ്ങനെ പെരുമാറിയതിന് തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇനി ഞാൻ നല്ലൊരു മനുഷ്യനാവാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും എന്നെ ജയിലിൽ കൊണ്ടുപോയിക്കോളൂ. എന്റെ അവസാനത്തെ ആഗ്രഹം എന്റെ കാറിൽ തന്നെ എനിക്ക് ജയിലിൽ പോകണമെന്നാണ്. പിന്നൊരവസരം എനിക്കിങ്ങനെ കിട്ടിയില്ലെങ്കിലോ? തീർച്ചയായും നിന്റെ ഈ ആഗ്രഹം ഞാൻ എന്തായാലും സാധിപ്പിച്ച് തരാം. പേടാറാം, ബൈക്ക് എടുത്തോണ്ട് നീ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ഇവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഇറ്റ്സ് ആൻ ഓർഡർ. ഗോ. ശരി. എന്താണത്? നീ ഒരിക്കൽ കൂടി എന്നെ പറ്റിച്ചു അല്ലേ? ലഡു സിംഗ് സാറ്, എന്റെ കടയിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നു. ഒന്ന് വേഗം വാ. ചൂട് മസാലപ്പൊരി വേണോ? ചൂട് മസാലപ്പൊരി. എടോ, താൻ എന്തായി ചെയ്യുന്നേ? എല്ലാവർക്കും മനസ്സിലാവൂന്ന്. മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു. ഹാൻഡ്സ് അപ്പ്. എവിടെ പോയാ കള്ളൻ? കള്ളനോ? അയാൾ ഓടിക്കളഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണവുമായി ഓടിക്കളഞ്ഞു. സാർ ഒന്നൊന്നും വിഷമിക്കണ്ട. ലഡു സിംഗ് ആ കള്ളനെ പിടിച്ചിരിക്കും. അവനെ ജയിലിനകത്ത് ഇടുന്നവരെ ഞാൻ വെറുതെ ഇരിക്കില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. ഒരുപാട് കിടന്ന് അഭിനയിക്കല്ലേ, നാട്ടുകാർക്ക് സംശയം തോന്നും. സോറി സാർ, അടുത്ത പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ റെഡി. എടാ കള്ള, ഒരു ദിവസം എന്ത് വന്നാലും നിന്നെ ഞാൻ ജയിലിനകത്ത് ഇട്ടിരിക്കും. ശ്രദ്ധിക്കൂ, ഇന്നത്തെ പ്രധാന വാർത്തകൾ. വേദ നഗരത്തിൽ ഒരുപാട് മോഷണങ്ങൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നു. കള്ളൻ ബഹുമിടുക്കന ഇൻസ്പെക്ടർ ലഡു സിംഗ് ആണെങ്കിൽ എപ്പോഴും കള്ളനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. കള്ളൻ മോഷ്ടിച്ചു കൊണ്ട് പോകുമ്പോഴൊക്കെ ഈ ഇൻസ്പെക്ടർ ലഡു സിംഗ് ഓരോ തവണയും എങ്ങനെയാണെന്നറിയില്ല, അയാൾ ബോധം കെട്ട് വീഴും.
ഏയ് ഇത് ഏതാ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ നീ കൊണ്ടുവന്നിരിക്കുന്നേ? സിറ്റി മുഴുവനും എന്റെ പേര് നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ. മിക്കവാറും എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നണ്. അതെ, എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം. ശിവോട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയണം. വേഗം വിളിക്ക്, വരാൻ പറ. ഞാനെന്താ അത്ര മണ്ടനാണെന്ന് വിചാരിച്ചോ? കള്ളന്മാരെ അടിച്ചമർത്തുന്നവനെ ഇങ്ങോട്ട് വിളിക്കാൻ? നഗരത്തിൽ മുഴുവനും മോഷണം നടത്തിയതിനു ശേഷം തന്നെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.